ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട പാളികൾ നവീകരിക്കുന്നതിന് അങ്ങയുടെ അനുമതി തേടിയിരുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഈ 2019 അതോടൊപ്പം തന്നെ 2015. എൻ്റെ അനുമതി ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ചോദിച്ചിരുന്നു. റിട്ടേണായിട്ട് തന്നായിരുന്നു. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അതെ, എന്ത് കാരണത്താൽ നവീകരിക്കണം? അതിൻ്റെ ആദ്യം അത് ഫെയ്ഡ് ചെയ്തു പോയി, അടിഭാഗം മാത്രമാണ്. പിന്നെ ഈ നാണയമൊക്കെ എറിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ചളുക്കമൊക്കെ വന്നു. അതൊന്ന് നവീകരിക്കണം എന്ന് പറഞ്ഞു വന്നു. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നവീകരിക്കാവുന്നതാണ്. അനുജ്ഞാകലശവും നടത്തിയിട്ടുണ്ട്. അതെ. ആ സമയത്ത് കൊണ്ടുപോയപ്പോൾ ചെമ്പ് എന്നുള്ള രീതിയിലായിരുന്നു അതോ? അല്ല, സ്വർണം പൊതിഞ്ഞതായിരുന്നു. സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലകര്. അല്ല, വെറും ചെമ്പ് ഒരിടത്തും വെക്കാറില്ലല്ലോ. ദേവസ്ഥത്തിനകത്തെ രേഖകളിൽ ചെമ്പ് പാളികൾ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എനിക്ക് കോടതി വിശ്വാസമാണ്. സത്യം തെളിഞ്ഞു വരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇളക്കിയപ്പോഴും തിരിച്ച് ഘടിപ്പിച്ചപ്പോഴും 2019 ഈ ദൈവഹിതം അല്ലെങ്കിൽ ക്ഷേത്ര ആചാരപ്രകാരം തന്നെ ആയിരുന്നു. ഇതിന്റെ കേടുപാടുകളൊക്കെ പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. അതിന് വേറെ ദൈവഹിതം നോക്കേണ്ട കാര്യമില്ല. കേട് വന്നാലേ. ഈ 2015 അതായത് ഒരു മാസം മുൻപും നവീകരണത്തിനായി കൊണ്ടുപോയല്ലോ, ആ സമയത്തും അങ്ങയുടെ അനുമതി തേടിയിരുന്നു. അത് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ. മറ്റൊരു കാര്യം, ഈ ഇന്നലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആണോ തിരുമേനിയെ സമീപിക്കുന്നത്? അവിടുത്തെ ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹമാണല്ലോ ലെറ്റർ തരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹമാണ് ലെറ്റർ തരുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം അതിലുള്ളതായിട്ട് അല്ല, അതൊന്നും എനിക്കറിയില്ല. തെറ്റിദ്ധരിപ്പിക്കല്ല, അല്ല, അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത്. അതെ, അവിടുന്ന് ലെറ്റർ തന്നു. അതിന് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പൂശണം എന്ന് പറഞ്ഞ അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്ന സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല. ശബരിമല കീശാന്തിയുടെ കൂടെ 5-8 വർഷം നിന്നിട്ടുള്ള ആളാണ്. ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസവും അവിടെ വരാറുണ്ട്, തൊഴാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സ്പോൺസർഷിപ്പ് ഇടപാടൊക്കെ അതൊന്നും എനിക്ക് യാതൊന്നും അറിയാം. എൻ്റെ അടുത്ത് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് യാതൊന്നും. അല്ല, എനിക്ക് ഉണ്ണികൃഷ്ണൻ പറ്റിയ ബാക്കി വേറെ ബോർഡ്സ് ഒന്നും അറിയില്ല. അദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും അതും എനിക്കറിയില്ല. അതൊക്കെ ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. ഓക്കെ, സ്വാമി ശരണം. അതെ, വാജിവാഹനം അത് തന്ത്രിയുടെ ഉപയുക്തമാണ്. പഴയ ഒരു കൊടിമരം മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വാഹനം ഏതായാലും അതാത് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപയുക്തമായിട്ട് അവകാശമായിട്ട് മാറുന്നതാണ്. അത് തന്ത്രിക്കുള്ള അവകാശമാണ്. എനിക്കത് വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ ASP കുറുപ്പ് സാറും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നിരിക്കുന്നത്. 7 ക്ഷേത്രത്തിലെ അതാണ്. കാരണം അത് വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല. വേറെ വല്ലയിടത്തും കൊണ്ടുവച്ച് ആരെങ്കിലും എടുത്ത് വേറെ വല്ല കൊടിമരത്തിൽ വെച്ച് അതിൻ്റെ ദോഷമുണ്ട്, പാപമാണത്. അതുകൊണ്ടായിരിക്കേണ്ടിയിട്ടാണ് തന്ത്രിയുടെ ഉപയുക്തമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ചില ആരോപണങ്ങളുണ്ടല്ലോ, ഈ വാജിവാഹനം വേറെ ആർക്കോ കൈമാറിയെന്നോ അങ്ങനെ. അതിൻ്റെ തന്നെ ഉണ്ട്, കയ്യിലുണ്ട്. ആദ്യത്തെ കൊടിമരം ദഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് സ്വാഭാവികമായും അങ്ങേക്ക് അവകാശപ്പെട്ടാണ്. അത് അവകാശമാണ്, തന്ത്രിയുടെ അവകാശത്തിലുള്ളതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും, എൻ്റെ മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലെ തന്ത്രിക്കും അതിൻ്റെ അവകാശമുണ്ട്. ഇപ്പൊ ഈ ഉണ്ടായിട്ടുള്ള ഈ വിവാദങ്ങൾ പാളികളുമായി ബന്ധപ്പെട്ട് സ്വാഭാവികം ഭക്തർക്കിടയിൽ വലിയ ആശങ്ക. സത്യത്തിൽ ഭക്തർക്കിടയിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്, വേദനാജനകമാണ്. ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങളത് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്ത്രി കുടുംബം എന്നുള്ള രീതിയിൽ വിശ്വാസികളോട് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? അതെ, ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കുന്നുണ്ട്. സത്യം പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ച സമയത്ത് കൊണ്ടുപോയ ആളുകൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നതെന്നടക്കം സംശയങ്ങൾ കോടതി തന്നെ പ്രകടിപ്പിച്ച സ്ഥിതി ഉണ്ടായി. അല്ല, അതിനെ എനിക്കറിയില്ലോ. ഞാൻ അതുമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഈ ഒരു പൂജാ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. കൊണ്ടുപോയതും വന്നതും ഒന്നും എനിക്ക് അറിയില്ല. ഒപ്പം തന്നെ ഈ 1.5 കിലോ സ്വർണം പൂശിയത് 50 പവനായി. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതിന്റെ മഹസർ നോക്കിയാറേ അറിയാവൂ. എത്ര സ്വർണ്ണമുണ്ട്, എത്ര ഉണ്ട്, എങ്ങനെ ചെമ്പ് എത്ര ഉണ്ടെന്നൊക്കെ. അത് കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. കൊണ്ടുപോയത് സ്വർണം പൂശിയത് തന്നെയാണ്. താങ്ക് യു. സ്വാമി ശരണം.